ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഒത്തിരി സമയമൊന്നും ഇല്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസും കൂടിയാണ് കേട്ടോ. ചിക്കനൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ബസ്മതി അരിയിലാണ്. നോർമൽ നമ്മുടെ ചോറ് വെക്കുന്ന അരിയായാലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടെ രസം ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഒരു കപ്പ് അരിയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 തവണ ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകിയെടുക്കുക. കാരണം ഇത് നമ്മൾ കുതിർത്തി വെക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് കുതിർത്തി വെക്കുക. അപ്പോൾ നല്ല നീളമായിട്ട് വരും ബസ്മതി അരി. വേവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി വയ്ക്കാം. അപ്പോൾ ഞാനിത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുക്കാം. ഇതവിടെ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് സോയാബീൻ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയ സോയ എടുത്തിട്ടില്ല. വലുതാണെങ്കിൽ ഏകദേശം ഒരു 20 തൊട്ട് 25 വരെയൊക്കെ എടുക്കാം. അതിലേക്ക് നല്ല തിളയ്ക്കണ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല, കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഒരു 20 മിനിറ്റ് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഏകദേശം 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ചെറുതായതുകൊണ്ട് ഇത്രയും വലുപ്പം വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അത് 2-3 തവണ കഴുകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴുകിയെടുക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിത് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമുക്ക് മുഴുവനായിട്ടും പൊടിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് വെച്ച് നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് റൈസ് ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെക്കുന്നുണ്ട്. റൈസ് നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അരി ഇങ്ങനെ ഒന്നൊന്ന് വിട്ട് നിൽക്കാനായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാക്സിമം പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക, വെളിച്ചെണ്ണ എടുക്കരുത്. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ കുതിർത്തിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ഇട്ടിട്ട് കുറേ നേരം വേവിക്കേണ്ട, 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ചില അരിക്ക് ഇത്തിരി വേവ് കൂടുതലുണ്ടാവും, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ വേവിക്കുമ്പോൾ ഒരു 90% വേവിച്ചാൽ മതി, ഒത്തിരി അങ്ങ് വേവിക്കണ്ട. അപ്പോൾ അത് ഞാൻ ഊറ്റി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ടുണ്ട്. അതിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 1 എടുത്തിട്ടുള്ളൂ, അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യുന്ന പോലെ ഒത്തിരി അങ്ങോട്ട് ഇതാവണ്ട, കുറച്ചൊന്ന് ആ കടിക്കുന്ന പരുവൊന്ന് മാറി കിട്ടിയാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 തക്കാളിയും ചേർക്കുന്നുണ്ട്. തക്കാളി ഇപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് നിർബന്ധമില്ല, വില കൂടുതലുള്ള സമയമല്ലേ, ഇപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് ഇതൊന്ന് ഉടച്ചെടുക്കണം, വേവിച്ചിട്ട് ഉടച്ചെടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ എരിവ് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചതച്ച് വെച്ചിട്ടുള്ള സോയ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി സോയ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് അത്രയൊക്കെ മതി. ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോൾ തന്നെ അത് വെന്തോളും. കാരണം നന്നായിട്ട് നമ്മൾ കുതിർത്തി വെച്ചതാണ്. പിന്നെ അതേപോലെ തന്നെ ക്രഷ് ചെയ്തതും കൂടിയായിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയും സോയയും കൂടി വരുന്ന സമയത്ത് ശരിക്കും ഒരു എഗ് ഫ്രൈഡ് റൈസിനേക്കാളൊക്കെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനും ഒക്കെ നല്ല റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ റൈസ് ഇല്ലെങ്കിൽ സാധാ ചോറ് വെക്കുന്ന റൈസ് വെച്ചിട്ടും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം മുട്ടയൊക്കെ വെന്ത് നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോറ് ചേർക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ വേണം ചേർക്കാൻ. നന്നായിട്ട് ഊറ്റി വെച്ചതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകരുത്, ഒന്നിങ്ങനെ അടി തട്ടിയിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ സോസുകളൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 5-6 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ആ ഒരു മസാലയും ചോറൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ സാലഡോ അല്ലെങ്കിൽ അച്ചാറോ ടൊമാറ്റോ സോസോ അങ്ങനെ എന്ത് വേണമെങ്കിലും സെർവ് ചെയ്യാം. ഒന്നുമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓൾറെഡി ക്ലിക്ക് ചെയ്യുക. എന്നാലേ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.